ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മന്തി മസാല വെച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് മന്തിയുടെ ഒരു ഒതൻറ്റിക് മന്തി റെസിപ്പി ഒന്നല്ല, ഞാൻ എൻ്റേതായ രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 സവാള കനം കുറച്ച് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കറുവപ്പട്ടയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് മന്തിയുടെ ഒരു ഇതൊന്നല്ല ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാങ്ങിയിട്ടുള്ള മന്തി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏത് കമ്പനിയുടെ ആയാലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മന്തി മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 തക്കാളി പേസ്റ്റാക്കിയത് പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 3 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കോഴി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഈ മസാലകളൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഇതിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇത് മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവണ വരെ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വെള്ളം തീരെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ആയി വരുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു 15 മിനിറ്റ് ഇവിടെ മൂടി വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇനി ഈ മസാലയിലേക്ക് ഞാൻ റൈസ് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പിന് 10 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിൽ 1/2 കപ്പ് കുറച്ചിട്ട് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റൈസ് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്തിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ്. അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിലേക്ക് ഒരു 10 മണി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മന്തി മസാലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് റൈസ് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ റൈസ് വേവണ വരെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒരു കുഴി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചാർക്കോളൊന്ന് പുകച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സ്മോക്കി ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മസാലയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.